നമ്പൂരിശാ നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരത്തി വെച്ചൊന്ന് നോക്കി. ഫ്ലാഷ് ബാക്ക്. ആർക്കും വേണ്ട മുതലാളി, ആർക്കും വേണ്ട ഈ പ്രതിമ. ഒരു പൈസയും തരണ്ട, വെറുതെ എടുത്തോളൂ. പൈസ തരണ്ട, ഒഴിവാക്കി തരൂ പ്ലീസ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. മുതലാളി വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുന്തത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതിനെ മുതലാളിയുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. ആസ്കിംഗ് ഏത്തിസം എന്ന പേരിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന മതപ്രചാരണത്തിനെതിരെ മുസ്ലിം നേതാക്കൾ രംഗത്ത്. ഇതുവരെ ഈ നാട്ടുകാർ മാമ്പള്ളി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് ഭയഭക്തിയോട് കൂടിയാ. ഇന്ന് പരിഹാസമാണ്, അതും ഒരു പീറ ചെറുക്കം കാരണം. പൊതു ഇടങ്ങളിൽ ഇത്തരം മതപ്രചാരണങ്ങൾ ശരിയല്ല എന്നും അത് സമൂഹത്തിൽ അപകടമുണ്ടാക്കും എന്നാണ് വിമർശനം. സത്യത്തിൽ എനിക്ക് പേടിയാവുന്ന കുട്ടനായരെ, ഞാനിപ്പോ വീഴും. ഇന്നിപ്പോ അവരെ തിരുത്താൻ വേണ്ടിയിട്ട് സമസ്തയെ പോലെയും അതുപോലെ തന്നെ സമസ്തയിലൊന്നും ബന്ധവും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധാരണ മുസ്ലിങ്ങൾ ഇവന്മാരൊന്ന് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാ, പള്ളിയും സമുദായവും പറയുന്ന കാര്യങ്ങൾക്ക് കൂട്ടുന്നില്ലെങ്കിൽ ന്യായം നടത്താൻ നമ്മൾ എന്റെ കൂടെ ഉണ്ടാവൂല. അതേസമയം നിരീശ്വരവാദത്തിനെതിരെ സമാധാനപരമായിട്ടുള്ള ആശയ സംവാദം മാത്രമാണ് നടന്നതെന്ന് അൺമാസ്കിംഗ് ഏത്തിസം പ്രവർത്തകർ. പറയാൻ എനിക്ക് അർഹതയില്ല, എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പത്രമാധ്യമങ്ങളിൽ വരെ വരികയാണ് സ്ട്രീറ്റ് ദാവ. അതായത് അങ്ങാടികളിലും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ആളുകൾ സ്വൈര്യമായി വിശ്രമിക്കാനൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് മതപരിവർത്തനം നടത്താം. ഇതാണ് അവർ ചെയ്യുന്നത്. സത്യം പറഞ്ഞു ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഈ അടുത്ത ദിവസം ബീച്ചിലും തെരുവിലുമൊക്കെയായി നടക്കുന്ന പ്രബോധനങ്ങളുടെ ചില അലയൊലികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുകയാണ്. അതൊക്കെയും കൂടുതൽ മതനിന്ദകൾക്കും സാമൂഹ്യ സ്പർദ്ധക്കും കാരണമാക്കുമെന്നാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. പൊതുയിടങ്ങളിലെ ഈ വിശ്വാസ പ്രബോധന രീതിക്കെതിരെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ ആദ്യം രംഗത്ത് വന്നു. എന്താ കാര്യം? അന്യ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നതിന്റെ ഇസ്ലാമികമായ വിധി എന്താണ്? ഇതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്. മനുഷ്യരെ നാട്ടിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ. അബ്ദുള്ള ബാസലും സംഘവും കോഴിക്കോട് കടപ്പുറത്ത് കാണിക്കുന്ന ഈ കോപ്രായത്തിന്റെ ഇസ്ലാമികമായ മാനം എന്താണ്? ഒരു സാരി എടുത്ത് കമ്പേ ചുറ്റിയ സാർ അതിന്റെ പുറകെ പോകും എന്ന് ആളുകൾ പറയുന്നത്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ക്യാമറയിൽ പകർത്തുന്നു, വീഡിയോ എടുക്കുന്നു, അവരടുത്ത് നിന്ന് സംസാരിക്കുന്നു. ഒരു മറയുമില്ല, പർദ്ദയുമില്ല, ഹിജാബും ഇല്ല, ഒരു കുന്ത്രാണ്ടോ ഇല്ല. വലിയ 500 പോലും 500. ഇപ്പൊ എവിടെ പോയി 500 അഭിമാനം? എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. എന്നിട്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യരുടെ മുഖം മറച്ചു വെക്കുന്നു. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്കുക, ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയുക. ഇവർ പോയി നിൽക്കുക, പബ്ലിക്കിൽ പോയി നിൽക്കുക, സംസാരിക്കുക, എല്ലാ പരിപാടിയും ചെയ്യുക, ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ പുറത്തോട്ട് വിടുമ്പോൾ ഇവർ മനുഷ്യരുടെ മുഖം മറക്കുന്നു. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. അതിൽ പങ്കെടുത്ത ആ സ്ത്രീകൾ അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ നിങ്ങളോട് അവരുടെ മുഖം ഇതുപോലെ ബ്ലർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്യുന്നത് കടുത്ത അനീതിയാണ്, അപമര്യാദയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. ആകെ 50 ആൾക്ക് 60 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ഇവർ കൊണ്ടുവന്നൊരു സാരി വലിച്ചു കെട്ടി. എന്നിട്ട് ഈ സാരി വലിച്ചു കെട്ടിയിട്ട് അബ്ദുള്ള ബാസലും ടീമും സ്റ്റേജിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആൺകുട്ടികളെയും കാണും പെൺകുട്ടികളെയും കാണും. ചിലപ്പോ ഇത്തിരി കൂടും, പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോ. ഒരുമിച്ച് വന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെ അപ്പുറം ഇപ്പുറം മാറ്റിയിരുത്തിയിട്ട് നിങ്ങൾ ഈ സ്റ്റേജിൽ കയറിയിട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇങ്ങനെ മറയില്ലാതെ നോക്കുന്നത് ഇസ്ലാമിൽ ഹലാലാണ്. അപ്പൊ മന്ത്രിയാണെങ്കിലാവാം നിയമലംഘനം, വയലേഷൻ ഓഫ് ട്രാഫിക് റൂൾസ്. സംവാദത്തിന് വിളിച്ചവർ വരൂല. അപ്പൊ നമ്മള് സ്റ്റുഡിയോ മാളത്തിന് അകത്തോട്ട് ചെല്ലണം. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. എന്നാ ഞാനിവിടെ ഈ കൊച്ചിയിലുണ്ട്, ഒന്ന് വിളിച്ചാൽ ഈ 8 10 എണ്ണത്തിന് വേണമെങ്കിൽ ഇന്റെ അടുത്ത് വരാലോ, നമുക്ക് ഇതൊക്കെ ഒന്ന് സംസാരിക്കാലോ. അത് വരൂല. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലർന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ബീച്ച് റോഡിൽ കൊഞ്ചിക്കൊഴയുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്.
അപ്പൊ ഈ സോഷ്യൽ മീഡിയ കൂടെ മതം പ്രചരിപ്പിക്കുന്നവർക്കും എന്റെ മതം നിന്റെ മതത്തിനേക്കാൾ വലുതാണ് എന്ന് തെളിയിക്കാനായിട്ട് മൈക്കും തൂക്കി ഈ എന്താ പറയുക പാർക്കിലും ബീച്ചിലും, അതായത് ജനങ്ങള് റിക്രിയേഷനിൽ ഇരിക്കുന്ന, അവർ സമാധാനത്തിന് സന്തോഷത്തിന് പോയിരിക്കുന്ന സ്ഥലത്ത് അവിടെയും ഈ മൈക്കും തൂക്കി നിന്നിട്ട് അവരെ ശല്യപ്പെടുത്തുന്ന ആളുകൾക്ക് മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ശരിക്കും വിവരമില്ലായ്മയാണത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മൈക്കും തൂക്കി പിടിച്ച് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പറ്റിയൊന്ന് തലകറങ്ങി വീഴുകയോ എന്തെങ്കിലും ഒരു അസുഖം വരികയോ ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം സെലക്റ്റീവായിട്ട് വന്നാണോ നിങ്ങളെയൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നതല്ല. കേട്ടു പഠിക്കടോ. അവിടെ കാണുന്ന മനുഷ്യരാണ്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഒരു മതവും ഒരു മതത്തിനേക്കാൾ മേലല്ല. ആ പറഞ്ഞതാണ് ശരി. എല്ലാ മതവും എല്ലാ മതത്തിനെയും റെസ്പെക്ട് ചെയ്ത് എല്ലാ മനുഷ്യരെയും റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത്. നാട്ടുകാരെ, നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. നിങ്ങൾ ഇതുവല്ലോ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോയിട്ട് ഇത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കാര്യം എല്ലാവരുടെയും വിശ്വാസം ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇവളാള് കൊള്ളാമല്ലോ, ഏതായി കുട്ടി? കാര്യം ഇവരെയൊക്കെ കണ്ട് തുള്ളുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ നിങ്ങളോടാണ് എന്തെങ്കിലും ഒരു ലഹളയോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കലാപങ്ങളോ ഈ മതം കാരണം ഇവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇവരൊക്കെ ആയിരിക്കും വല്ല ചാർട്ടർ ഫ്ലൈറ്റിൽ രക്ഷപ്പെടുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഇവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ഉണ്ടാവും പല രാജ്യങ്ങളിൽ നിന്ന്. ഇവരങ്ങോട്ടൊക്കെ അങ്ങോട്ട് പോകും. നിങ്ങളുടെ കുടുംബവും നമ്മുടെ സ്വത്തും നമ്മുടെ സമാധാനമാണ് ഇവരൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജനസംസാരം അങ്ങനെയാ. ബാസിലിന്റെ മറ്റും ഭാവം കണ്ടിട്ട് ബാസിൽ പറഞ്ഞ അള്ള അങ്ങനെ പലതും പറയും, നബി അങ്ങനെ പലതും പറയും, സയ്യിദ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഉസ്താദ് പലതും ആയത് പറയും. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, വരി നമുക്ക് ബീച്ചിൽ പോവാം, അവിടെ പെൺകുട്ടികളുണ്ടാവും, ഓൾക്ക് നമുക്ക് ഇസ്ലാമിന്റെ ദേവത്ത് നടത്താം. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ്. ആ നേരത്താണ് ഏതോ നാട്ടിൽ നിന്ന് ബീച്ച് കാണാൻ വന്ന ഏതോ പെൺകുട്ടികളായിട്ട് സ്ത്രീകളുമായിട്ട് അന്യ സ്ത്രീകളുമായിട്ട് ബാസിൽ ഇന്ന് വർത്താനം പറയണ ഒരു മറയില്ല, അതാണ് ദൃഷ്ടി താഴ്ത്തുന്നില്ല. ഞാനൊരു പുരുഷനല്ലടാ, മുത്തശ്ശോട് ചൂടാവണ്ട, കൊതുകിനുമില്ലേ ക്രിമികടി. അവിടെയാണ് ഹുസൈൻ സലഫി പറഞ്ഞ ശൈത്താനീയത്തിന്റെ നോട്ടം ബാസിൽ അവിടെ നോക്കി എന്ന് നമുക്ക് മനസ്സിലാവും. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കയറിയാമാത്തു, വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. പിന്നെ ഒരു കാര്യവും നമ്മൾ ഇൻഡയറക്ട്ലി മാനിപ്പുലേറ്റ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് അല്ല ആൾക്കാരെ കൊണ്ട് സമ്മതിക്കേണ്ടത്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നിങ്ങളുടെ തന്നെ വന്നപ്രവാചകര് പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ആ നല്ല കാര്യങ്ങളിലൂടെ ആൾക്കാർ പെർസ്വേഡഡ് ആയിട്ട് നിങ്ങളുടെ മതത്തിലേക്ക് വരികയാണെങ്കിൽ വന്നോട്ടെ. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. അവിടെ നിങ്ങൾ പോയിട്ട് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള തിയറീസ്, റിസർച്ച് സ്റ്റഡീസ്, ഒരു റിസർച്ച് സ്റ്റഡി അവിടെ നിന്ന് എടുത്തു, ഇവിടുന്ന് ഒരു റിസർച്ച് സ്റ്റഡി എടുത്തു, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു. എന്റെ പൊന്നു മക്കളെ, ഇങ്ങനെ പറയണത് ആദ്യം നിർത്ത്. എങ്ങനെയാച്ചോ യവന്മാരെ വെച്ച് നാടകം മുമ്പോട്ട് കൊണ്ടുവന്ന് എവിടെ കിട്ടിയാച്ചോ ഈ കള്ളം? ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് തന്നെ നിങ്ങളിലുള്ള സയന്റിഫിക് സ്യൂഡോ സയന്റിസ്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയ സെക്ഷൻ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അൺമാസ്കിങ് ആനോമാലീസ് ടീമിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളെ അറിയ പോലുമില്ല, എനിക്ക് നിങ്ങളോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. കേട്ടിട്ടില്ലേ കുബേരെ കുറിച്ച്? കേട്ടിട്ടില്ലെന്നോ? കേട്ടിട്ട് പോലും ഇല്ലെന്നോ? ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. ചുരുക്കം പറഞ്ഞ സോമനൂളയായി. ഇത് ഇന്റർനെറ്റിന്റെ വിജയം, അപ്പിക്കുപ്പായത്തിന്റെ മരണം. അപ്പിക്കുപ്പായത്തിന്റെ മരണം, അതാണ് ഇന്റർനെറ്റിന്റെ വിജയം. അപ്പിക്കുപ്പായത്തിന്റെ മരണം.